നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിയാൽ ദയവായി ഉരുണ്ട് കളിക്കാനൊന്നും പോകരുത് കേട്ടോ. ആ പണിക്കൊന്നും പോകരുത്. ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞേക്കണം. ജീവിക്കാൻ ഒക്കുന്നില്ലേ അത് പറയാം, അതൊരു നേരല്ലേ, അതിനില്ലേ ഒരു മാന്യത, അതിനർത്ഥമുണ്ട് ഒരു മാന്യത. എൻ്റെ പൊന്നു തമ്പുരാനെ, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ഒക്കുന്നുള്ളൂ, നിൻ്റെ ദേ എന്നെ വിട്ടു പോകല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ മാർവോട് ചേർത്ത് പിടിക്കും. അറിയാമോ, നമ്മളെ തള്ളിക്കളയത്തില്ല. അദ്ദേഹം പുരോഹിതനാണ്, എന്നോടൊരിക്കൽ പറഞ്ഞതാണെന്ന്. എനിക്ക് ലേശം പോലും ദയയും കരുണയും കാട്ടാനൊക്കാത്ത പ്രകൃതമായിരുന്നു. ഒരു ദിവസമാണ് യേശു എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാനിതിൻ്റെ ആഴം അറിഞ്ഞത്. ഒരു പ്രാകൃത മനുഷ്യൻ, അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും നമ്മുടെ വിശ്വാസികളാണ്. അവനെ ശാസിച്ച് മടുത്തു. നാട്ടിൽ ഏറ്റവും നാണം കെട്ട ജീവിതമാണ്. അവനെ പുറത്താക്കാൻ ഒരു ദിവസം മേൽനടത്തിപ്പുകാരുടെ നിർദ്ദേശപ്രകാരം ഞാനൊരു കുറിപ്പും കൊണ്ട് വായിക്കാൻ നിൽക്കുകയാണ്. സവായം തുടങ്ങുന്നതിന് വെളുപ്പിനെ എല്ലാ കാര്യവും ഞാൻ നോക്കി വെച്ചു. പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുറങ്ങുകയാണ്. അപ്പോൾ യേശു എന്നോട് വന്ന് പറയുകയാണ്, നിന്റെ ബലഹീനതയിൽ നീ ബലഹീനനാകൊണ്ടല്ലേ ഞാൻ പൗരോഹിത്യമേറ്റ് ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ നിനക്ക് പക്ഷവാദം ചെയ്യുന്നത്? യെസ്, അവൻ ബലഹീനനായതുകൊണ്ടല്ലേ നീ പുരോഹിതനായി എന്നോട് പക്ഷവാദം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, അതെ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് അവനോട് കരുണ തോന്നാത്തത് എന്താണ്? ഞാൻ അമ്പരന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മശിഹായേ, നീ പൗരോഹിത്യമേറ്റത് എൻ്റെ ബലഹീനതയിൽ എന്നോട് സഹതാപമുള്ളവനാണെങ്കിൽ നിന്റെ അതേ ക്രമത്തിൽ ഞാൻ പൗരോഹിത്യമേറ്റത് നീ രക്തം കൊടുത്തു മേടിച്ച ഏതൊരു മനുഷ്യനോടും സഹതാപം കാണിക്കാനാണ്. ഞാൻ ആ കുറിപ്പ് കയറി ദൂരെ കളഞ്ഞു. ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ, എന്നോട് ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പം വിടുകയാണ്. ഇപ്പം സ്വർഗത്തിലൊരു പുരോഹിതനുണ്ട്. ക്വാളിറ്റി എന്താണ്? നമ്മുടെ ബലഹീനതയിൽ നമ്മളോട് സഹതാപവും. നന്നായിട്ട് അറിഞ്ഞാട്ട് സൂത്രവും തന്ത്രവും ഒന്നും എടുക്കാൻ ചെല്ലരുത് കേട്ടോ. എന്നാൽ വെള്ളത്തിലാകും. ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം, ഉരുള് കളിക്കാനൊന്നും പോകരുത്, നേരായത് പറയണം. ജോർജ് വാഷിങ്ടൻ്റെ കഥ കേട്ടിട്ടില്ലേ? കുഞ്ഞു ബാലനായിരിക്കുന്ന കാലത്തെ അപ്പൻ്റെ ആപ്പിൾ തോട്ടത്തിൽ, അപ്പൻ്റെ വീടിന് വാതിക്കൽ ഒരു ആപ്പിൾ തോട്ടമുണ്ട്. അതിലൊരു ആപ്പിൾ മരം, നല്ലൊരു ആപ്പിൾ മരം. എങ്ങനെയോ ഇവൻ്റെ കയ്യിൽ ഒരു വെട്ടോത്തി കിട്ടി. കൊച്ചി ഇറക്കനാ. ഇവൻ കാട് വെട്ടി കളിച്ച് ആപ്പിൾ അങ്ങ് വെട്ടിക്കളഞ്ഞു. ആപ്പിൾ വെട്ടി കഴിഞ്ഞപ്പോഴാണ് അപ്പൻ ജോലിയും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ തോട്ടത്തിൽ നിന്ന് വരും. അപ്പൻ്റെ കുതിരവണ്ടി കണ്ടപ്പോഴേ വെപ്രാളമായി. അപ്പന് താൻ സ്നേഹിച്ചു പൊന്നുപോലെ വളർത്തി ആപ്പിൾ ചെടി വെട്ടിയല്ലോ. അപ്പനൊരു വലിയ വടിയും വെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പുറയിൽ പിടിച്ചേച്ച്. ചേട്ടാനിയന്മാർ 2 പേരുണ്ട്. ജോർജ് വാഷിങ്ടൺ ജ്യേഷ്ഠനുണ്ട്. അവനൊരു പാവപ്പെട്ട മന്ദബുദ്ധി, അവനിതൊന്നും ചെയ്യത്തില്ല. അപ്പനിങ്ങോട്ട് വിളിച്ചിട്ട് വെച്ചു, ആരടാ എൻ്റെ ആപ്പിൾ ചെടി വെട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ജോർജ് വാഷിങ്ടൺ പറഞ്ഞു, ഡാഡി, ഞാനാണ് ചെയ്തെന്ന് ഡാഡിക്ക് അറിയരുതോ? പിന്നെ എന്തിനാണ് എന്നെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്നത്? നമ്മുടെ ആളുകളാണ് എന്ത് ചെയ്തേനെ? വെട്ടോത്തി മേടിച്ച് മാടിന് തലക്കൊരെണ്ണം കൊടുത്തേനെ ഇല്ലേ? അദ്ദേഹം ഇങ്ങനെ ഒന്ന് തുറിച്ചു നോക്കി, ഡാഡി, ഞാനാണ് ചെയ്തെന്ന് ഡാഡിക്ക് അറിയരുതോ? പിന്നെ എന്തിനാണ് എന്നെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പൻ ആ കമ്പ് ദൂരത്തെറിഞ്ഞിട്ട് ജോർജ് വാഷിങ്ടനെ കെട്ടിപ്പിടിച്ചു, മോനെ, എൻ്റെ ആപ്പിൾ ചെടിയല്ല വലുത്, നിന്റെ വ്യക്തിത്വമാണ് എനിക്ക് വലുത്. നീ മഹാനാണല്ലോ. പറഞ്ഞെന്താണ്? എന്തിനാണ് എന്നെ കൊണ്ട് കള്ളം പറയിപ്പിക്കും? ഇപ്പം നമ്മൾ നേര് പറയുന്നവരായിട്ട് അങ്ങ് ജീവിച്ചാട്ടെ. നമ്മളില്ലാത്ത സോപ്പ് പത പോലെ പതപ്പിച്ച് ആത്മീയൊന്നും ഉണ്ടാക്കാൻ നിൽക്കാതെ. പറഞ്ഞു മനസ്സിലായോ? പരമാർത്ഥതയോടെ പറഞ്ഞാട്ട് നമുക്ക് സ്വർഗത്തിലൊരു പുരോഹിതനുണ്ട്. എന്ത് കാര്യവും പോയി പറയാമെന്നേ. നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. മനുഷ്യനോട് പറഞ്ഞാലേ ഉള്ളൂ കുഴപ്പം. മനുഷ്യനോട് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു ഇരുണ്ട കാര്യം നമ്മുടെ തലയിൽ ഇരിക്കും എപ്പോഴും. ഇടയ്ക്കിടയ്ക്ക് നമുക്കിട്ട് പണി തരാൻ നോക്കും. ഇതൊന്നുമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തോട് പോയി പറയാം, തമ്പുരാനെ ഇന്നതാണ്. അപ്പം ദൈവം നമ്മളെ ഫ്രീ ആക്കി വിട്ടുകളയും. ചില നായ്ക്കൾ കിടന്ന് കുരയ്ക്കുന്ന കണ്ടിട്ടില്ലേ? കണ്ടുണ്ടോ? ഞാനിപ്പോൾ ഉമ്മന്നൂരായിരിക്കുന്നു. ആ ഉമ്മന്നൂര് എൻ്റെ മുറിയുടെ അടുത്ത് ഒരു നായെ കൊണ്ട് കെട്ടു. ഒരു നായ. അപ്പോൾ അവരെന്നും കിടന്ന് കൂവാ. നമ്മൾ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞിച്ച് തളർന്ന് ചെന്നാൽ ഇവൻ ഉറക്കത്തില്ല. ഇവൻ പകൽ മുഴുവൻ കിടന്ന് കയ്യോ എന്നും പറഞ്ഞു പോകും. അപ്പം എനിക്ക് അവനോട് ഭയങ്കര ദേഷ്യം തോന്നി. ചിലപ്പം കഴിക്കുമ്പോൾ ഒക്കെ ഞാൻ വേസ്റ്റൊക്കെ കൊണ്ട് കൊടുക്കാറും. അപ്പം ഞാൻ ചിലപ്പോൾ പോയിട്ട് പറഞ്ഞു, എടാ എൻ്റെ പൊന്നു നായിൻ്റെ മോനെ, നീ കിടന്ന് കൂവാതടാ. എടാ, ഞാൻ എത്ര ദിവസമായി ഉറങ്ങിയിട്ട്, പ്ലീസ് ഒന്ന് ഉറങ്ങാൻ അനുവദിക്കടാ. എന്നാലും അവൻ കൂവാ. പിന്നെ ഞാൻ ഇവൻ എന്താ കൂന്നെന്നുള്ളത് പഠിച്ചപ്പോഴാണ് പിടികിട്ടിയത്, ഇവൻ ചങ്ങലയെ കിടക്കുകയാണ്. കഷ്ടം. അവൻ കുഞ്ഞായിരിക്കുമ്പോഴേ അവനെ കൊണ്ടുവന്ന് അവിടെ കെട്ടിയിട്ടിരിക്കുക. അവൻ ആദ്യമൊക്കെ കരഞ്ഞു നോക്കി. അവൻ നോക്കുമ്പോൾ കാക്ക പറക്കുന്നു, കോഴി നടക്കുന്നു, ആടതിലേ ഓടുന്നു. കുഞ്ഞു നായല്ലേ, അവൻ അയ്യോ എന്ന് പറഞ്ഞു. ആരും സഹായിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അവൻ കൂവി നോക്കി.
ഊവി നോക്കി, നാട്ടുകാരും അഴിച്ചു വിടും, അതുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കുരച്ച് നോക്കി, അവിടെയും രക്ഷയില്ല. അപ്പോൾ അവൻ ചങ്ങല വലിച്ച് മുറുക്കി നോക്കി, അതും നടക്കുന്നില്ല. അവസാനം ഇപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? ചാരം മാന്തി അതിനകത്ത് കിടക്കുക. അവൻ ആരുടെയും ദയ വേണ്ട, അവൻ അരിഷ്ടതയിലാണ് കരയുന്നത്. എനിക്കന്ന് മനസ്സിലായി, അരിഷ്ടതയിലാണ് അവൻ കരയുന്നത്. പ്രിയ ദൈവവൈതലേ, അരിഷ്ടതയുടെ ചങ്ങലയിലാണോ നീ കിടക്കുന്നത്? ക്രിസ്ത്യ ജീവിതം ഒരിക്കലും ചങ്ങലയുള്ളതല്ല കേട്ടോ. നിങ്ങൾ ഓർത്തുകൊള്ളുക, ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ചാനൽ മനസ്സിലാക്കിയാൽ നിങ്ങൾ ക്രിസ്ത്യാനിത്വത്തിൽ നിങ്ങളുടെ യേശു നിങ്ങൾക്ക് ചിറകായിരിക്കും, ഉയരത്തിൽ പറക്കാം. ഈ ചാനൽ ഗ്രഹിക്കാൻ ഒത്തില്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതം അരിഷ്ടതയേറിയതാണ്. ഇപ്പം ഇന്ന് രാത്രി ഒന്ന് അറിഞ്ഞാട്ടെ, പരമാർത്ഥത മുതൽക്കൂട്ടാണ്. എത്ര പേര് ദൈവമക്കൾ വിശ്വസിക്കുന്നു? ഉള്ള കാര്യം ദൈവം തമ്പുരാനോട് പോയി പറഞ്ഞാട്ടെ. അവൻ്റെ കണ്ണുകൾക്ക് നഗ്നമല്ലേ? സോറി കർത്താവേ, എൻ്റെ അവസ്ഥ ഇപ്പോഴിങ്ങനെയാണ്. നയനമനോഹരമായ വസ്ത്രമണിഞ്ഞ് സമൂഹമധ്യേ മാന്യനായി ഞാൻ ജീവിക്കുന്നു. അയ്യോ, എൻ്റെ ഉള്ള നീറിപ്പോകുകയാണ്, എൻ്റെ പ്രാണനോട് ദയ ചെയ്യണമെന്ന് പറഞ്ഞാൽ കർത്താവ് നിന്നെ തള്ളത്തില്ല. കർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ഞാൻ പരമാർത്ഥതയോടെ എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ പോയി ചെന്ന് എൻ്റെ കാര്യം പറഞ്ഞാൽ കർത്താവ് എന്നെ സ്നേഹിക്കും. കാരണം എൻ്റെ യേശു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അവൻ എൻ്റെ ബലഹീനതയിൽ എന്നോട് സഹതാപം കാണിപ്പാൻ കഴിവുള്ളവൻ. വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്, കർത്താവായ യേശുവിന്റെ മുഖം ഒന്ന് ധ്യാനിച്ചാട്ട്, ഈ രാത്രിയിൽ വിശ്വാസത്തോടെ പറഞ്ഞാട്ട്, എൻ്റെ ബലഹീനതയിൽ എന്നോട് സഹതാപം കാണിച്ച് എന്നെ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു പുരോഹിതനായ യേശു എനിക്ക് സ്വർഗത്തിലുണ്ട്. വിശ്വസിക്കുന്നവർ ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഏറ്റു പറഞ്ഞോണം. അപ്പം പിശാച് എങ്ങോട്ടെങ്കിലും പൊക്കോളും. രണ്ടാമത് ഈ പുരോഹിതന് മറ്റൊരു പ്രത്യേകത ഉണ്ടെന്നറിയാമോ? നമുക്ക് പൂർണ്ണമായി രക്ഷ തരും. നോക്കട്ടെ, ശ്രമിക്കാം, എന്നാലാവോളം ഇതൊന്നും പറയത്തില്ല. പറയുമോ? ഇല്ല. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തന്നിൽ ആശ്രയിക്കുന്നവനെ പൂർണ്ണമായി രക്ഷിക്കുന്ന പുരോഹിതൻ. അങ്ങനെയല്ലേ വാക്യം? എബ്രായ ലേഖനം 7:25 വായിച്ചാൽ, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകൊണ്ട് അവരെ പൂർണ്ണമായി രക്ഷിക്കും. നമ്മളെ ദൈവം തമ്പുരാൻ കൈവിടത്തൊന്നുമില്ല. നമ്മൾ പരമാർത്ഥയോടെ ജീവിക്കണം. ചിലർ പേടിച്ചാ ജീവിക്കുന്നത്. സത്യം പറയാം, ഭയങ്കര പേടിയാ. പിശാചാണെങ്കിൽ അതിന് മുതലെടുക്കുകയും, നീ പേടിക്കുന്നിടത്തോളം കാലം ഈ ഭൂമിയിൽ നിനക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല, ദൈവത്തിന് വേണ്ടിയും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, ഭയവും ഭീരുത്തോളവും പാളയം വിട്ടു പോക്കട്ടെ. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് അവരെ ഒരു 2 പാറക്കെട്ടുകൾ ചേർത്ത് ഒരു ബ്രിഡ്ജ് പണിയുകയാണ്, ഒരു തൂക്കുപാലം പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പ്രഗത്ഭരായ എഞ്ചിനീയർമാർ പ്ലാൻ കൊടുത്ത് നല്ല ഉപകരണങ്ങളൊക്കെ സജ്ജീകരിച്ചുകൊണ്ട് അവർ ഈ പാലം പണിതുകൊണ്ടിരിക്കുക. പക്ഷെ പണി നീങ്ങുന്നില്ല. അതിൻ്റെ ഒരു മെയിൻ എഞ്ചിനീയറുണ്ട്. അദ്ദേഹം വന്നു നോക്കുമ്പോഴെല്ലാം പണി നീങ്ങുന്നില്ല. മാത്രമല്ല, ചെയ്തു വെച്ചിരിക്കുന്ന പണികളൊന്നും ഉറപ്പുള്ളതുമല്ല. താൻ ഓർത്ത്, എന്താണ്, നല്ല പ്ലാൻ ഉണ്ടല്ലോ, ടൂൾസ് ഉണ്ടല്ലോ, പണിയാൻ മിടുക്കന്മാരാണല്ലോ, എന്താണ് ഈ വിഷയം? അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അദ്ദേഹം അടുത്തെന്ന് നോക്കുമ്പോഴാണ് ഈ 2 പാറക്കെട്ടിൻ്റെ ഇടുവിൽ ആഴത്തിലുള്ള ഗർത്തമാണ്. അപ്പോൾ ഈ പണിയാൻ കയറുന്നവർ ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് നോക്കുമ്പോൾ വീണുപോയാൽ പൊടി പോലും കിട്ടത്തില്ലെന്നുള്ള ബോധ്യം കൊണ്ട് അവർ വിറച്ചാണ് പണിയുന്നത്. അങ്ങനെ ബാലൻസ് ചെയ്ത് പണിയുന്നതുകൊണ്ടാണ് ഈ മുറുക്കുന്ന നെട്ടും ബോൾട്ടും ഒന്നും മുറുകാത്തത്. സായിപ്പിന് സംഭവം പിടികിട്ടി. സായിപ്പ് മിടുക്കനാണ്. സായിപ്പ് ജീപ്പ് എടുത്ത് മാർക്കറ്റിൽ പോയി ഒരു നല്ല പ്ലാസ്റ്റിക് നെറ്റ് ഇങ്ങ് മേടിച്ചോണ്ട് വന്നു. നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് നെറ്റ് ഈ അടിവാരത്തിൽ വലിച്ച് ടൈറ്റ് ചെയ്തങ്ങ് കെട്ടിയ ശേഷം ജോലിക്കാരെല്ലാം കൂടെ കയറ്റിക്കൊണ്ടുപോയി മേളിൽ ഇദ്ദേഹം പണിയാൻ കയറി. ഇദ്ദേഹം അങ്ങോട്ട് പണിയാൻ കയറി പണിതുകൊണ്ടിരിക്കുമ്പോൾ താൻ തന്നെ വഴുതി ഒറ്റ വീഴ്ച വീണു. ചെന്ന് വീണത് ഈ നെറ്റയിലോട്ടാണ്. നെറ്റയിലോട്ട് വീണ ശേഷം 4 തുള്ളൽ തുള്ളിയ ശേഷം പുള്ളി കയറി വന്നു. അപ്പം ജോലിക്കാർക്ക് പിടികിട്ടി, പേടിക്കണ്ട, വീണുപോയാൽ കീഴേ ഒരു നെറ്റുണ്ട്. പ്രിയ ദൈവ പൈതലേ, നീ ദൈവത്തിൻ്റെ കരത്തിലല്ലേ ഇരിക്കുന്നത്? അവൻ്റെ ബലമുള്ള കരത്തിലല്ലേ ഇരിക്കുന്നത്? എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ഭയത്തെ ആട്ടിക്കളയുക, ഭീരുത്വത്തിൻ്റെ ആത്മാവോട് വിട പറയുക,
ശാശ്വതമായൊരു ഭുജം നിന്റെ കീഴെയുണ്ട്. നിന്നെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. അവൻ മരണം വിട്ടുയർത്തു സ്വർഗത്തിൽ പോയത് നിനക്ക് ദാനമായൊരു കെട്ടിടം തരുവാൻ, അതിലുപരി നീ നിത്യതയിലെത്തുവോളം നിന്റെ ബലഹീനതയിൽ സഹതാപം കാണിച്ച് നിന്നെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു പുരോഹിതന്റെ ബലമുള്ള കരത്തിലാണ് നീ ഇരിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകും. അപ്പൊ അദ്ദേഹം നമ്മെ പൂർണ്ണമായി രക്ഷിക്കും. അടുത്ത ഭാഗത്തേക്ക് പോകാം. എബ്രായർ 9:12 പെട്ടെന്ന് വായി. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് ശ്രദ്ധിക്കുക. പഴയ നിയമത്തിലെ ഒരു സംഭവം പൗലോസ്ലീഹ എടുത്തെഴുതുകയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ഇസ്രായേൽ പാളയത്തിൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അന്തർമന്ദിരത്തിൽ പോകണം. പ്രാകാരത്തിൽ അറുത്തെടുത്ത് ആട്ടിൻകുട്ടിയുടെ രക്തവുമായി അന്തർമന്ദിരത്തിൽ പോയി 7 പ്രാവശ്യം ആ രക്തം കൃപാസനത്തിൽ തളിക്കണം. എന്തിനെന്നറിയാമോ? ഇസ്രായേൽ ജാതിക്ക് വീണ്ടെടുപ്പ് കിട്ടാൻ. ഒരു 1 ഇയർ ഗ്യാരണ്ടിയാണ്. അടുത്ത വർഷം 7-ാം മാസം 10-ാം തീയതി പുരോഹിതനുള്ളിൽ പോകണം. ഇതായിരുന്നു വ്യവസ്ഥ. അങ്ങനെ ഇസ്രായേൽ 1500 വർഷമായി 1500 പ്രാവശ്യം ഈ പുരോഹിതൻ അന്തർമന്ദിരത്തിൽ പോയി ശുശ്രൂഷ ചെയ്തു. അതേ ദിവസം 7-ാം മാസം 10-ാം തീയതി മഹാപാപ പരിഹാര ദിനം. എന്നാൽ നമ്മുടെ യേശു പൗരോഹിത്യം ഏറ്റപ്പോൾ അദ്ദേഹം ചെയ്തതെന്നറിയാമോ? ആടുകളുടെയും കാളകളുടെയും രക്തത്താലല്ല, അവൻ സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിൽ പോയി ആ രക്തം അവിടെ തളിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് അവൻ സഭയ്ക്ക് പ്രദാനം ചെയ്തു. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ പോയി 1 വർഷത്തേക്കുള്ള വീണ്ടെടുപ്പ് കൊടുക്കുമ്പോൾ ശ്രേഷ്ഠനായ പുരോഹിതനായ യേശു സ്വന്തം രക്തം വിശുദ്ധ മന്ദിരത്തിൽ തളിച്ച് സഭയ്ക്ക് കൊടുത്ത വീണ്ടെടുപ്പ് എന്നേക്കുമുള്ള വീണ്ടെടുപ്പാണ്. കുഞ്ഞാടിന്റെ നിണത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളെ, നമ്മുടെ വീണ്ടെടുപ്പ് 1 ഇയർ 2 ഇയർ 10 ഇയർ അല്ല, അതെന്നേക്കുമുള്ള വീണ്ടെടുപ്പാണ്. അനന്ത നിത്യതയിൽ ചെന്ന് നിന്റെ അവകാശം പ്രാപിക്കുവോളം നിനക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് തരും. മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ പൗരോഹിത്യമേറ്റ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ തന്റെ വിശുദ്ധ രക്തവുമായി അന്തർമന്ദിരത്തിൽ പോയി 7 പ്രാവശ്യം രക്തം തളിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നമുക്ക് നൽകി. വീണ്ടെടുക്കപ്പെട്ടവർ സന്തോഷത്തോട് കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ചെകുത്താൻ ഇടയ്ക്കൊക്കെ വന്ന് നമ്മളോട് പറയും, നമ്മളതൊന്നും കേൾക്കാൻ പോകണ്ട. പലരും അവരുടെ ആഴങ്ങളൊന്നും അറിയുന്നില്ല. അടുത്ത കാലത്ത് ഞാനൊരു മീറ്റിങ്ങിൽ ഇത് പ്രസംഗിച്ചു. യാദൃശ്യമായ മറ്റൊരു സുവിശേഷകൻ, ഇതൊരു വലിയ ചർച്ചിൻ്റെ ആളാണത്. അപ്പോൾ അദ്ദേഹം ഇത് കേട്ട ശേഷം എനിക്ക് ഫോൺ ചെയ്ത് എന്നോട് നന്ദി പറഞ്ഞു. അപ്പോൾ നന്ദി പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് വാക്ക് പറഞ്ഞു, പാസ്റ്ററേ, ഞാൻ വലിയൊരു ശുശ്രൂഷകനായിരുന്നു, എന്നാൽ ഇടക്കാലത്ത് എനിക്ക് നിരാശ വന്നുപോയി. നിരാശപ്പെട്ട് ഞാൻ പിന്മാറ്റക്കാരനായിപ്പോയി. എന്നോട് പറയും, ഞാൻ പിന്മാറ്റക്കാരനാണ്. ഞാൻ നല്ല മാധുര്യമായിട്ടൊക്കെ പറയുമെങ്കിലും ഉള്ളം കൊണ്ട് പിന്മാറ്റവും അവിശ്വാസവും. ഞാൻ ഒത്തിരി പിന്നിൽ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങയുടെ ഒരു CD യാദൃശ്യമായി എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് തന്നു. എനിക്ക് വളരെ നന്ദിയുണ്ട്. എനിക്കൊരു വീണ്ടെടുപ്പുണ്ടല്ലോ, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. പ്രിയ ദൈവവൈതലേ, യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ പുരോഹിതൻ നമുക്കുണ്ട്. അവന് നിൻ്റെ ബലഹീനതയിൽ നിന്നോട് സഹതാപമുണ്ട്. കപടഭക്തി നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിലുപരിയായി നീ അവനിൽ ആശ്രയിച്ചാൽ നിന്നെ പൂർണ്ണമായി രക്ഷിക്കും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു, എൻ്റെ യേശു എന്നെ അനാഥനായി വിടത്തില്ല, ഞാൻ അവനിൽ ആശ്രയിക്കുന്നു. ഈ ലോകത്തിലെ സകല മനുഷ്യരും എന്നെ കൈവിട്ടാലും എന്നെ അനാഥനായി വിടാത്ത ഒരു യേശു, ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു പുരോഹിതൻ എനിക്കുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പൊ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഏറ്റു പറയണം. അപ്പൊ പിശാചങ്ങ് പോയിക്കൊള്ളൂ. അപ്പൊ പൂർണ്ണമായി രക്ഷിക്കുന്നവൻ, സഹതാപം കാണിക്കുന്നവൻ, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് തന്നവൻ. അതുകൊണ്ടാണ് യെശയ്യാവ് പറഞ്ഞത്, വീണ്ടെടുക്കപ്പെട്ടവർ സന്തോഷത്തോടെ വരും, അവരുടെ ശിരസിൽ ആനന്ദം ഉണ്ടായിരിക്കും. നമ്മളൊക്കെ വീണ്ടെടുക്കപ്പെട്ടവരാണ്. സൂത്രവും തന്ത്രവും ഒന്നും എടുത്ത് നമ്മുടെ പ്രാണനെ നശിപ്പിക്കാതിരുന്നാൽ മതി. നേരായ പാതയിൽ കൂടെ അങ്ങ് പോകണം. പാസ്റ്റർ ജോളിച്ചാൻ പണ്ട് പറയും, വീണടത്ത് കിടന്ന് ഉരുളരുതേ. നിങ്ങൾക്ക് പാസ്റ്റർ ജോളിച്ചാനെ അറിയാം. അപ്പോൾ അത് ഞാൻ ചോദിച്ചാൽ എന്താ വെച്ചാൽ അങ്ങനെ, വീണടത്ത് കിടന്ന് ഉരുളരുതേ. ചില ആളുകൾ വീണടത്ത് കിടന്ന് ഉരുളും. നോ, അതൊന്നും വരരുത്. തെറ്റാണ്. അത് അതിൻ്റെതായ ഒരു മാന്യതയില്ലേ.
അടുത്ത കാലത്ത് ഒരു കുഞ്ഞു ബാലൻ അവൻ്റെ അപ്പനോട് പറഞ്ഞു കൊടുത്തതാ. അപ്പൻ്റെ കയ്യിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ സൂത്രപരിപാടികളൊക്കെ ഉണ്ട്, എന്നാലും നല്ല ആത്മീയനാണ്. ഒരു ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് വന്നേരം കുഞ്ഞു ബാലൻ അപ്പനോട് പറയും, എന്തിനാ ഡാഡി ഈ വേഷം കെട്ട്? പാസ്റ്റപ്പച്ചൻ എപ്പോഴും പറയുന്നില്ലേ ഒക്കുന്നില്ലെന്ന് പറയാം, അതിനൊരു മാന്യതയില്ലേ? അപ്പനോട് ചോദിച്ചതാ, എൻ്റെ ഡാഡി ഇവിടെ ഈ പരിപാടിയൊക്കെ കാണിച്ചു ഡാഡി അവിടെ പോയി വേഷം കെട്ടണോ? എന്തോ കാര്യത്തിനാണ്. പുള്ളി ഡ്രസ്സൊക്കെ ഇട്ട് കാറ് സ്റ്റാർട്ട് ചെയ്ത് ഫെയ്ത്ത് ഹോമിലോട്ട് ഇറങ്ങാൻ നേരമാണ് ഇത് പറഞ്ഞത്. അവസാനം വേദോസം അടച്ചു വെച്ച ചവിടിയിരുന്നു. നീ പൊക്കോ, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അതെന്താ? ഞാൻ വരുന്നില്ല, നീ പൊക്കോ, അമ്മയും നീ കൂടെ പൊക്കോളാൻ പറഞ്ഞു. പോയ ശേഷം ഉച്ച കഴിഞ്ഞ് വന്ന് എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സോറി അച്ഛാ ഞാൻ അവൻ്റെ അപ്പനാണ്, പക്ഷെ ഇപ്പോഴത്തെ നിലവാരം വെച്ച് അവനാണ് എൻ്റെ അപ്പൻ. ഞാൻ അവൻ ഇന്ന് രാവിലെ എന്നോട് പറയാ, ഡാഡി വേഷം കെട്ടെടുക്കരുത്, ജീവിക്കാൻ ഒക്കുന്നില്ലേ ഡാഡി, ഒക്കുന്നില്ലെന്ന് പറയും. അതിലില്ലേ ഒരു മാന്യത? നമ്മുടെ ബലഹീനതയിൽ യേശുവിന് സഹതാവും ഇല്ലേ? ഏതായാലും അവനങ്ങ് മനം തിരിഞ്ഞു. സത്യമാണ് കേട്ടോ, അവൻ മനം തിരിഞ്ഞ് അവൻ്റെ ജീവിതം പാടെ തുടച്ചു മാറ്റി. ചില കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അപ്പനമ്മമാരെ നന്നാക്കുമെന്ന് പറയുന്നത് അതുപോലെ ഈ ഒരു സമയത്ത് ഒരു കൊച്ചു ബാലൻ അവനെ പ്രതി വന്നിട്ട് ഈ അപ്പൻ എൻ്റെ ഇരിക്കെ വന്ന് കരഞ്ഞു. അവൻ എന്തോ അദ്ദേഹം ഭാര്യയോട് കയർത്തോ കയ്യോങ്ങോ ഏതാണ്ടൊക്കെ ചെയ്തു. ശാന്തപ്പെട്ടപ്പോൾ ഇവൻ ചോദിക്കുകയാണ്, എന്തിനാ ഡാഡി കോപിക്കുന്നത്? കോപിക്കുന്നവൻ കൊലപാതകനാണെന്ന് യേശു പറഞ്ഞിട്ടില്ല. അന്തോടി ചോദിക്കും, എന്തിനാ ഡാഡി കോപിക്കുന്നത്? കോപിക്കുന്നവൻ കൊലപാതകനാണെന്ന് യേശു പറഞ്ഞിട്ടില്ല ഇല്ലേ? ഡാഡിയേക്കാൾ താണവസ്ഥയാണ് മമ്മി, അതുകൊണ്ടല്ലേ കോപിച്ചത്. ഡാഡി ഒരു പോലീസ് ഓഫീസറിനോട് കോപിക്കുമോ? അടി കിട്ടും ഇല്ലേ? ചോദിക്കുക. കോപിക്കുന്നവൻ കൊലപാതകനല്ലേ? എണ്ണപ്പെട്ട ദിവസമല്ലേ നമ്മൾ ഭൂമി ജീവിക്കുന്നത്? പാസ്റ്റപ്പച്ചൻ പറയുകയല്ലേ, ഒരു നന്മ ഒരു ദിവസം ചെയ്ത് ജീവിക്കാൻ. നന്മയാണേലും തിന്മയാണേലും അതല്ലേ നമ്മളെ പിൻഗമിക്കുന്നു. അപ്പൻ ചാടിക്കയറി ചൂടായി പോടാ, നിന്റെ പണിക്ക് നോക്കടാ, നീ പഠിപ്പിക്കാൻ വരണമെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ എന്നോട് വന്നിട്ട് പറയാം, എൻ്റെ തലേ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ പൊന്നു പാസ്റ്റച്ചായ, എൻ്റെ സമാധാനം പോയി. അവൻ എന്നോട് പറയുകയാണ്, എണ്ണപ്പെട്ട ദിവസം മാത്രം ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ എന്തിനാണ് ഡാഡി കോപിച്ച് മറ്റൊരാളെ ഉപദ്രവിക്കുന്നത്? ഓർത്തു നോക്കൂ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ പരമാർത്ഥത മുതൽക്കൂട്ടാണ്. ജീവിക്കാൻ ഒക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഉരുണ്ട് കളിക്കരുത്. നിത്യതയുടെ കവാടത്തിൽ പ്രാണൻ ഭയപ്പെട്ടു പോകും. ക്രൂശ് മരണം യാഥാർത്ഥ്യമാണെങ്കിൽ നിന്റെ രക്ഷയും യാഥാർത്ഥ്യമാണ്. 10,000 പ്രാവശ്യം തകർച്ച വന്നാലും തള്ളാത്തൊരു ദൈവമല്ലേ ദൈവം. സൂത്രവും തന്ത്രവും ഒന്നും എടുക്കരുത്. ഒരു പുരോഹിതൻ നമുക്കുണ്ട്, യേശു ഒരു പുരോഹിതനായി നമുക്കുണ്ട്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവായ യേശു സ്വർഗത്തിൽ എൻ്റെ പുരോഹിതനാണ്. യേശു ജീവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അദ്ദേഹമാണ് എനിക്ക് വീണ്ടെടുപ്പ് തന്നത്. ഞാൻ ബലഹീനപ്പെട്ട് കരഞ്ഞപ്പോഴെല്ലാം എന്നോടൊപ്പം അദ്ദേഹമാണ് കരഞ്ഞത്. ആശ്രയമറ്റപ്പോൾ രക്ഷിപ്പാൻ എൻ്റെ അടുക്കൽ വന്ന അദ്ദേഹമാണ്. അദ്ദേഹം എനിക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് തന്നു. എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, 1, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. 2, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നീയും ജീവിക്കുന്നു. വചനം വിശ്വസിക്കുന്നവർ ആ വചനം ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് ശക്തിയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ശ്രേഷ്ഠനായൊരു മഹാപുരോഹിതൻ നമുക്ക് സ്വർഗത്തിൽ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. യേശു സ്വർഗത്തിലെ ആരാണ്? 1, അവൻ രാജാവാണ്, രാജത്വം പ്രാപിച്ചപ്പോൾ ദാനങ്ങളെ കിട്ടി. 2, അവൻ പുരോഹിതനാണ്, നമുക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് കിട്ടി. ഇനി 3-ാം ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. യേശു സ്വർഗത്തിൽ ആരാണ്? അദ്ദേഹം മധ്യസ്ഥനാണ്. വായിച്ചാട്ടെ, 1 തീമോഥെയോസ് 2-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം വായിച്ച ഇല്ലേ? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും. 1 തീമോഥെയോസ് 2:5 അല്ലേ? വ്യക്തമായി ഉറക്കെ വായിച്ച, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും. വാക്കുകളെ ശ്രദ്ധിച്ചോണം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അപ്പൊ യേശു ഇപ്പൊ സ്വർഗത്തിൽ ആരാണ്? നമുക്കൊരു മധ്യസ്ഥനാണ് ദൈവമക്കൾ. ക്രൈസ്തവർക്കിടയിൽ ഒത്തിരി മധ്യസ്ഥന്മാരുണ്ട്. എന്തുമാത്രം പേരുണ്ട്. അതൊക്കെ ഈ യാത്ര മധ്യേ പ്രൈവറ്റ് ബസ്സെ വലിച്ചു കയറ്റുന്ന പോലെ കയറ്റുന്ന ഇതൊന്നും ബൈബിളിലില്ല കേട്ടോ. ബൈബിളിൽ ഒരേ ഒരു ദൈവവും ഒരേ ഒരു മധ്യസ്ഥനുമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് അറിഞ്ഞാട്ട് ഒന്നുകൂടെ ഒന്ന് വ്യക്തമായി വായിച്ചാൽ, വായിക്കുമ്പോൾ ഡൗട്ട് വരും. വ്യക്തമായി വായിക്കും. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനും ഒരുവൻ. അടുത്തത്, എല്ലാവർക്കും വേണ്ടി
മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. മനുഷ്യനായി ലോകത്തിൽ വന്ന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ മശിഹാ തമ്പുരാൻ ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനാണ്. അതിലാണ് യേശു പറഞ്ഞത്, എന്നിൽ കൂടല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകുന്നില്ല. സ്വർഗത്തിലൊരു ദൈവവും അവിടെ നമുക്കൊരു മധ്യസ്ഥനുമുണ്ട്. മധ്യസ്ഥൻ നമ്മുടെ കർത്താവായ യേശുവാണ്. ഞാൻ പറഞ്ഞല്ലോ, ക്രൈസ്തവർക്കിടയിൽ ഒരുപാട് മധ്യസ്ഥന്മാരുണ്ട്. അതൊന്നും വിശുദ്ധ ബൈബിളിൽ ക്രൈസ്തവന്റെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന ബൈബിളിന്റെ അടിസ്ഥാനം അല്ല. ബൈബിൾ പറഞ്ഞു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥൻ ഒരുവൻ. അടുത്തത്, അത് തന്നെത്താൻ എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശുവാണ്. അപ്പൊ യേശു ഇപ്പോൾ സ്വർഗത്തിൽ നമുക്ക് മധ്യസ്ഥനാണ്. യേശു രാജാവാണ്, നമുക്ക് ദാനങ്ങളെ കിട്ടി. യേശു മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ പൗരോഹിത്യമേറ്റു, നമുക്ക് വീണ്ടെടുപ്പ് കിട്ടി. നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാട്ടി നമ്മെ പൂർണ്ണമായി രക്ഷിക്കും. സ്വർഗത്തെക്കാൾ ഉന്നതനും മരണമില്ലാത്തവനുമായ പുരോഹിതൻ, സ്വന്തം രക്തം കൊണ്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് തന്നവൻ. അതിലുപരി നമുക്കൊരു മധ്യസ്ഥനുണ്ട്. നാം യേശുവിനോട് പറഞ്ഞാൽ മതി, സ്വർഗം നമ്മളെ അംഗീകരിക്കും. യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും എൻ്റെ പിതാവ് തൻ്റെ നാമ മഹത്വത്തിന് അത് ചെയ്തു തരും. അപ്പോൾ ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായ ഒരുവനുണ്ട്, അത് നമ്മുടെ കർത്താവായ യേശു അത്രേ. യേശു സ്വർഗത്തിൽ നിന്ന് മധ്യസ്ഥത ചെയ്യുകയാണ്. നമുക്ക് യേശുവിനോട് പോയി എന്ത് കാര്യവും പറയാം, തുറന്നു പറയാം സഹോദരങ്ങളെ, നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. പലരൊക്കെ ചിലൊക്കെ പറയും, ദൈവം വെട്ടിക്കളയും, കുത്തിക്കളയും, തിന്നുകളയും. ദൈവം വെട്ടത്തുമില്ല, കുത്തത്തുമില്ല, തിന്നത്തുമില്ല. ദൈവം സ്നേഹമാണ്. ദൈവം അങ്ങനെ ഒരു കണ്ണുകൊണ്ട് കാണാൻ പോലും ഇച്ഛിക്കുന്നില്ലെന്നേ. ദൈവം എത്രയോ കരുണയുള്ളവൻ. തൻ്റെ കരുണ അഗോചരമല്ലേ. സകലത്തിനോടും കരുണയുള്ള ഒരു ദൈവത്തെയല്ലേ നമ്മൾ സേവിക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം, ഈ ജീവിതത്തിൽ നിങ്ങൾ ഓർക്കുക, ദൈവം മധ്യസ്ഥനാണ്. ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായുള്ളത് നമ്മുടെ യേശുവാണ്. സമയം കടന്നു പോകുന്നു, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നിത്യതയിൽ ഇനിയും യേശു ആരാണ്? യേശു ഒരു ന്യായാധിപനാണ്. ശ്രദ്ധിച്ച് കേൾക്കുക സഹോദരങ്ങളെ, യേശു ഒരു ന്യായാധിപനാണ്. യേശു ന്യായാധിപനാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം വരുമ്പോൾ യോഹന്നാൻ കാണുകയാണ്, ഞാൻ വെള്ള സിംഹാസനവും അതിൽ ഒരുവൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യേശു ആരാണ്? യേശു ന്യായാധിപനാണ്. അതിനാണ് യോഹന്നാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളും വലിയവനാണ്, അവൻ്റെ കയ്യിൽ വീശുമുറവുണ്ട്. അവൻ കളത്തെ വെടിപ്പാക്കി നല്ല ഗോതമ്പുകളെ കളപ്പുരയിൽ കൊണ്ടുപോയി പതിരുകളെ കെടാത്ത തീയിൽ എറിഞ്ഞു കളയും. അവനൊരു ന്യായാധിപനാണ്. ശ്രദ്ധിക്കുക ദൈവവൈതലേ, ഇന്നവൻ കരുണയുള്ള ഒരു പുരോഹിതനാണ്. ഇന്ന് നിനക്ക് ദാനങ്ങളെ തരുന്ന ഒരു നല്ല രാജാവാണ്. നിനക്ക് പിതാവിൻ്റെ അടുക്കൽ മടങ്ങി ചെല്ലുവാൻ നിനക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന മധ്യസ്ഥനാണ്. എന്നാൽ സകലതും അവസാനിച്ച ശേഷം അന്തിമ ന്യായവിധിയിൽ അവനൊരു ന്യായാധിപനായിരിക്കും. ഞാനൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ആകാശവും ഭൂമിയും അവന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയി. മരിച്ചവർ ആവാലവൃത്തം ന്യായാസനത്തിന്റെ മുൻപിൽ വന്നു. പുസ്തകങ്ങൾ തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് തക്കവണ്ണം മരിച്ചവർക്ക് ന്യായവിധി ഉണ്ടായി. ശ്രദ്ധിക്കുക, അന്തിമ നിമിഷത്തിൽ നമ്മുടെ യേശു ന്യായാധിപനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ഒരിക്കൽ പറയുകയാണ്, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയൊക്കെയും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലേ? ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളത് ആകൊണ്ട് മനുഷ്യൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു. എന്താണ് ന്യായവിധി? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ക്രിസ്തു ലോകത്തിൽ വന്നിട്ടും അവനെ തള്ളിക്കളഞ്ഞ് ഇരുളായ സാത്താനെ സേവിച്ചത് തന്നെ അന്തിമ ന്യായവിധി. യോഹന്നാന്റെ ലേഖന സുവിശേഷത്തിലൊന്ന് വായിക്കാമോ? 3:19 ന്യായവിധി എന്നതോ അല്ല, മറ്റു വാക്യം വായിക്കാമോ? 5-ാം അധ്യായത്തിലാണോ? 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. 5:22 യേശു പറയുന്ന വാക്ക് വായിച്ചാട്ടാ. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കും പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ,
അനാദി നിത്യത തുടങ്ങി ഭാവി നിത്യത വരെയുള്ള മശിഹായുടെ രൂപം നാം ചിന്തിച്ചു. അനാദി നിത്യതയിൽ അവൻ വചനമായിരുന്നു, ദൈവത്തിന്റെ തേജസ്സായിരുന്നു. കാലസമ്പൂർണതയിൽ അവൻ ഭൂമിയിൽ വന്നു. അവൻ സ്ത്രീയുടെ സന്തതിയായി, ലോകത്തിന്റെ പാപം ചുമന്നഴിക്കുന്ന കുഞ്ഞാടായി, അവൻ യഹൂദന്മാരുടെ രാജാവായി, കാണാത്തതിനെ തെരഞ്ഞു രക്ഷിച്ച ഇടയനായി, പാപത്തെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചവനായി, മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തവനായി, സ്വർഗാരോഹണം ചെയ്ത് രാജ്യത്വം പ്രാപിച്ചവനാണ്. മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ പൗരോഹിത്യമേറ്റവനാണ്. അതിനപ്പുറം അന്തിമ നിമിഷത്തിൽ അവനൊരു ന്യായാധിപനാണ്. അതുകൊണ്ടാ പറഞ്ഞത്, പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയൊക്കെയും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. യേശു ന്യായം വിധിക്കുന്ന ഒരു നാൾ വരും. മരിച്ചവർ ആവാലവൃദ്ധം ന്യായാസനത്തിന്റെ മുൻപിൽ വരും. അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതോ തീയതോ അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ന്യായാസനത്തിന് മുൻപാകെ പോയി നിൽക്കേണ്ടി വരും. അവിടെ വലിയവനോ ചെറിയവനോ ആര്യനോ ദ്രാവിഡനോ കറുത്തവനോ വെളുത്തവനോ ക്രൈസ്തവനോ ഇസ്ലാമികനോ ഹൈന്ദവനോ വ്യത്യാസമില്ല. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം നിന്റെ ഹൃദയത്തിൽ തട്ടിയിട്ട് നിന്റെ ദോഷപ്രവൃത്തിയോട് വിട പറയാൻ കഴിയാതെ വീണ്ടും നീ ഇരുളിനെ സ്നേഹിച്ചാൽ മരണത്തിന്റെ തണുത്ത കരം നിന്റെ പ്രാണനെ പിടിക്കുകയും അന്തിമ ന്യായവിധിയുടെ നാളിൽ, അന്നൊരു നാൾ ആദാം ദുഃഖിതനും ലജ്ജിതനും നഗ്നനുമായി നിന്നതുപോലെ ന്യായവിധിയുടെ നാളിൽ നിന്റെ പ്രാണൻ വിറച്ചു പോകും. ആകയാൽ ജീവിച്ചിരിക്കുമ്പോൾ യേശു ആരെന്ന് കണ്ടെത്തി നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെളിച്ചത്തെ സ്നേഹിച്ച് ജീവിക്കുക. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതോ തീയതോ. മരണാനന്തരം ഒരു ക്രമം കൊണ്ടും ആരും സ്വർഗത്തിൽ പോകത്തില്ല. ദൈവം ആരൊക്കെയോ നമ്മളെ കുറെ മണ്ടത്തരം പഠിപ്പിച്ചിട്ടുണ്ട്. മരിച്ച ശേഷം പുകച്ച് സ്വർഗത്തിൽ കയറ്റാമോ? നല്ല പരിപാടിയല്ല. വെറുതെയാണ്. അതൊന്നും നടന്നു വരത്തില്ല. മണ്ടത്തരം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരങ്ങളാണിത്. ബൈബിൾ വളരെ വ്യക്തമായി പറഞ്ഞു, അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതോ തീയതോ അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ന്യായാസനത്തിന് മുൻപിൽ പോയി നിൽക്കണം. എന്ത് ചെയ്യണം? കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, കാൽവറി ക്രൂശിനെ ധ്യാനിക്കുക, അവിടെ നിന്നൊഴുകുന്ന യേശുവിൻ്റെ രക്തം കൊണ്ട് നിന്റെ പാപക്കറകളെ കഴുകുക, നിന്റെ മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കുക, യേശുവിനെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ പാലിക്കുക, ഭൂമിയിൽ നല്ല മുന്തിരിവള്ളിയായ യേശുവിനോട് ചേർന്നിരുന്ന് നന്മ ചെയ്യുക, മടങ്ങി വരുന്ന മശിഹായുടെ ആഗമനത്തിനായി ഒരുങ്ങുക. യേശു നിന്നെ അനാഥനായി വിടത്തില്ല. നിന്റെ പേർ നീതിമാന്മാരുടെ ഗണത്തിലുണ്ട്. മശിഹാ മടങ്ങി വരും. നീ മരിച്ചു മൺമറഞ്ഞ് 1000 വർഷം കഴിഞ്ഞാലും എൻ്റെ ആടുകളെ എനിക്കറിയാം. ഞാൻ അവയെ പേർ ചൊല്ലി വിളിച്ച്, ഞാൻ അവയെ പുറത്തു കൊണ്ടുവന്ന്, ഞാൻ അവയ്ക്ക് മുൻപേ നടന്ന് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകുമെന്ന് പറഞ്ഞ് യേശു കാഹളധ്വനിയോടെ മടങ്ങി വരുമ്പോൾ കല്ലറ വിട്ട് നീ ഉയർത്തു വരും. വിളിക്കുന്ന ദൈവം വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ മശിഹ ന്യായാധിപനാണ്. ദയവായി ന്യായവിധിയുടെ നാളിൽ പ്രാണൻ വിറച്ച് നിൽക്കരുത്. ദുഃഖത്തോടെ പറയാം, 1000 നരകത്തിലേക്ക് ഒഴുകിക്കഴിഞ്ഞു. 1000കണക്കിന് ആളുകളെ ദിനം പ്രതി നരകത്തിലേക്ക് ഒഴുകിക്കഴിഞ്ഞു. മരിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയും, പക്ഷെ അതൊന്നും നിത്യതയുടെ കവാടം തുറക്കത്തില്ല. പുല്ലുപോലെ മനുഷ്യൻ്റെ ആയുസ്. നിങ്ങൾ ഭൂമിയിൽ നിൽക്കുന്ന മനോഹരമായുള്ളെന്ന് പുല്ലൊന്ന് പറിച്ചു നോക്കും. പിന്നെ പുല്ലിനോട് ചോദിക്കുക നീ എവിടാ നിന്നെന്ന് പുല്ലിന് അറിഞ്ഞുകൂടാ. പോട്ടെ, ഭൂമിയോട് ചോദിക്കുക ഇവിടെ ആരാ നിന്നെന്ന് ഭൂമിക്കും അറിയത്തില്ല. ഇത്ര മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ. നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ ഒക്കുമായിരുന്നെങ്കിൽ എന്തെങ്കിലും സമ്പാദിക്കാമായിരുന്നു. ലോകത്തിൽ എത്ര സമ്പന്നനാണെന്ന് പറഞ്ഞാലും എന്താണ് സഹോദരങ്ങളെ, ഒന്നും കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഒരു പഞ്ഞിപ്പലകയുടെ പെട്ടി, പിന്നെ ഒരു വെള്ളപ്പുതപ്പ്. ഇതിനപ്പുറം നമുക്ക് പിന്നെ എന്തുവാ തന്നു വിട്ടിട്ട് കാര്യമുണ്ടോ? നേരത്തോട് നേരം കഴിയും മുമ്പ് നമ്മളെ കൊണ്ടുവച്ച് സ്ലാബും പിടിച്ചു വെച്ച് വന്നവർ മണ്ണും വാരിയിട്ടിട്ട് എന്ത് ചെയ്യും? ബന്നും പഴവും തിന്നേച്ച് അവർ പോകും. ഇങ്ങനെയാണ്. ഇപ്പോൾ ചവക്കോട്ടയിൽ നല്ല ഫുഡാണ് അല്ലേ? ചായ ബന്നും പഴവും കിട്ടും. അവർ ബന്നും പഴവും തിന്നെ എണ്ണ കവറയിൽ തൂത്തേച്ച് അവരങ്ങ് പോകും. നമ്മുടെ ആത്മാവ് എവിടെ പോകുമെന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. എൻ്റെ അഭിപ്രായത്തിൽ വലിയ കാര്യമൊന്നും ചിന്തിക്കേണ്ട. നമ്മളെവിടെ പോകുന്നൊന്ന് ചിന്തിച്ചേക്കണം. എന്നും ഇല്ലെങ്കിലും വല്ലപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, മരിച്ചു കിട്ടുന്ന താമസം. എന്നാലൊരു കുഞ്ഞു ബാലനോട് സൺഡേ സ്കൂളിന് പറഞ്ഞതാണ് മരണം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് എഴുതാൻ. അവൻ നല്ല മിടുക്കൻ. അവൻ ഷോർട്ടായിട്ട് എഴുതി. വല്യപ്പച്ചൻ മരിച്ചത് അവൻ കണ്ടു. എന്താ മരണം? അവൻ എഴുതിയിരിക്കുകയാണ്, മമ്മി വല്യപ്പച്ചന് കഞ്ഞി കോരി കൊടുത്തുകൊണ്ടിരുന്നു.
കോരിക്കൊടുത്തോണ്ടിരുന്ന കഞ്ഞി അകത്തോട്ടിറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ കഞ്ഞി കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അലമാരിയിലിരിക്കുന്ന പഞ്ഞി എടുത്തുകൊണ്ട് വന്ന് അപ്പച്ചൻ്റെ മൂക്കിലോട്ട് വെച്ചതിനാണ് മരണമെന്ന് പറയുന്നത്. ശരിയാണ്. ആ കുഞ്ഞു ബാലം കണ്ടു മരണം എന്നാൽ എന്ത്, കഞ്ഞി ഇറങ്ങുന്നില്ലെന്ന് കണ്ടപ്പം പഞ്ഞി വെക്കുന്ന പ്രതിഭാസത്തിനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, കഞ്ഞി കുടി തീർന്ന് പഞ്ഞി വെക്കുന്നതിന് മുമ്പ് എങ്ങോട്ടാ പോകുന്നതെന്ന് ചിന്തിക്കുന്നത് ബുദ്ധിയായിരിക്കും കേട്ടോ. നമ്മളിവിടെ ഈ പരക്കം പാഞ്ഞ് ഓടിത്തൊഴഞ്ഞ് ഒരു ദിവസം മരിക്കത്തില്ലേ? വല്ലതും കൊണ്ടുപോകാൻ ഒക്കുമോ? ശ്രദ്ധിച്ചറിയോ? ഒന്നും കൊണ്ടുപോകത്തില്ല സഹോദരങ്ങളെ. നന്മയും തിന്മയും ജീവിതത്തിൽ ചെയ്തതേ കൊണ്ടുപോകത്തുള്ളൂ. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഭൂമിയിൽ നന്മ ചെയ്താട്ടെ, മറ്റുള്ളവരെ സ്നേഹിച്ചാട്ടെ, കരുണയും ദയയും കാട്ടിക്കാട്ടെ. മരിക്കുമെന്ന് പറയുമ്പോൾ ഉള്ളം സന്തോഷിക്കണം. നിങ്ങളൊരു കൊച്ചു കുടിലിൽ കിടക്കുകയാണ്. വർഷങ്ങളായി കുഞ്ഞുകുടിലിൽ കിടന്ന് മഴ നനഞ്ഞ് ചെതല് കയറി നശിച്ച് പുഴുവരിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളൊരാൾ മസ്കറ്റിൽ പോയി, അവൻ വീടിനടുക്കൽ ഒരു നല്ല കെട്ടിടം പണിതെന്നിരിക്കട്ടെ. നിങ്ങൾ ആ കെട്ടിടം പണിതുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. നല്ല മുട്ടൻ മുറികളാണ്, നല്ല മാർബിളാണ്, നല്ല ഗ്രാനൈറ്റാണ്, നല്ല ഷെൽഫുകളൊക്കെയാണ്, നല്ല ട്യൂബും ഫാനുമാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും, പാസ്റ്റപ്പച്ച അങ്ങോട്ട് ഉടനെ മാറണം, ഇവിടെ മഴ വരികയാണ്. മഴ വന്നില്ല, മഴ ഇനി 6 മാസം കഴിഞ്ഞുള്ളൂ. എങ്കിലും പറയും, അപ്പച്ചാ മഴ വരികയാണ്, ഇവിടെ ബുദ്ധിമുട്ടാണ്, അങ്ങോട്ട് മാറണം. കാരണം എന്ത്? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി ആ വീട് കാണും, അവിടുത്തെ മുറി കാണും, അവിടുത്തെ സൗകര്യം കാണും, അവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഈ കുടിൽ വിട്ട് അങ്ങോട്ട് പോകണമെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിൽ പോയി നിങ്ങളുടെ അവകാശം കാണുന്നത് നല്ലതായിരിക്കും. അപ്പം നിങ്ങൾ വന്നു പാസ്റ്റപ്പച്ചന്മാരോട് ഒറ്റ വാക്കേ പ്രാർത്ഥിക്കൂ. എന്തായിരിക്കും ബാബു ബ്രദറെ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ പൊന്നു പാസ്റ്റപ്പച്ച, ഈ ശരീരമായ കുടിൽ വിട്ട് സ്വർഗത്തിൽ പോകാൻ ഒന്ന് പ്രാർത്ഥിക്കാമോ എന്നേ ചോദിക്കത്തുള്ളല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആ സ്വർഗത്തിൽ പോയി നിങ്ങളുടെ അവകാശം എന്ന് കണ്ടേച്ചു വരാമോ? ഒരിക്കൽ പൗലോസ്ലീഹ കണ്ടെന്നേ. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടല്ല, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. എങ്ങനെ? സമയം എത്ര? ടക്ക്, നൊടി നേരം, കഷ്ടം ലഘുവായത്. ഏകകോശ ജീവിയെ പോലെ ലഘുവായ, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ഇനി കഷ്ടം ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. എന്താ കഷ്ടം എന്നറിയാമോ? 195 അടി. 2 കൈയും വലിച്ചു കെട്ടിയിട്ട് കുനിച്ച് നിർത്തിയിട്ട് മുതുകിന് 195 അടി. സുവിശേഷ നിമിത്തം അടി കൊണ്ടവരുണ്ടോ? കൈ പൊക്കാമോ? കയ്യിലിരിപ്പ് ശരിയല്ല, വായിലെ നാക്ക് ശരിയല്ലെങ്കിൽ തല്ല് കിട്ടും. പണ്ടൊരു സാർ എന്നോട് പറഞ്ഞു, മീൻ കിട്ടാനും തല്ല് കിട്ടാനും, അങ്ങനെ പറച്ചില്ലേ, കുട്ടനാട്ടിലുള്ളൊരു പറച്ചില്ല, ഇവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. മീൻ കിട്ടാനും തല്ല് കിട്ടാനും സമയം അധികം വേണ്ട, അത് സാഹചര്യം കൊണ്ടാണെന്നോ. അപ്പോൾ എനിക്കത് തോന്നിയില്ല. ഞാൻ ഹരിപ്പാട്ട് ശുശ്രൂഷയിലിരിക്കുമ്പോഴേ, മുട്ടത്തിരിക്കുമ്പോൾ ഒരു ദിവസം സന്ധ്യയ്ക്ക് മഴ സമയമാണ്. മഴ സമയത്ത് ഞാൻ ഹരിപ്പാട്ട് വന്നിട്ട് മുട്ടം ഫെയ്ത്തോമിലേക്ക് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോവാം. രാത്രിയായി. ഇപ്പോൾ ഓടിച്ചു പോകുമ്പോൾ റോഡിൽ എന്തോ ഞാൻ വിചാരിച്ചേടാ പെരുമ്പാമ്പ് എല്ലാം കയറി കിടക്കാണ്. ചെന്ന് നോക്കിയപ്പോൾ ഒരു വലിയ മീൻ ചാടി റോഡിൽ കിടക്കുക. അപ്പം ഞാൻ പിന്നെ സ്കൂട്ടർ അവിടെ വെച്ചേച്ച് പതുക്കെ ചെന്ന് പിടിച്ച് അതിനെ ഡിക്കിയിലാക്കി ഫെയ്ത്തോമിൽ കൊണ്ടുപോയി. അന്നാണ് എനിക്ക് സാറ് പറഞ്ഞ് മനസ്സിലായത്, തല്ല് കിട്ടാനും മീൻ കിട്ടാനും ഒത്തിരി സമയം വേണ്ട. എന്നാൽ പൗലോസ് അങ്ങനെ കിട്ടിയതല്ല, അദ്ദേഹം സുവിശേഷം അറിയിച്ച് കിട്ടിയതാണ്. നിങ്ങളൊന്ന് ഓർത്തേ, 195 അടി അദ്ദേഹം കൊണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം തെരുവുനായെ കല്ലെറിയുന്ന പോലെ കല്ലേറിയിച്ചിട്ടുണ്ട്. ഇനി അതിലുപരിയായി കോലുകൊണ്ട് അടിച്ചിട്ടുണ്ട്. ഈ ഫിലിപ്പിയാലേഖനം, എഫേസ്യാലേഖനം എല്ലാം കാരാഗ്രഹത്തിൽ കിടന്നാണ് എഴുതിയത്. നമ്മളാണെങ്കിൽ വയറ് നിറയെ ശാപ്പാടടിച്ചു കാലെടുത്ത് ഉത്തരത്തെ വെച്ച് ഡള്ളഫിൻ്റെ മെത്തേ കിടന്നുകൊണ്ടാണ് വായിക്കുന്നത്. സന്തോഷിപ്പീൻ എഴുതിയത് എവിടെ കിടന്നാന്നറിയാം? കാരാഗ്രഹത്തിൽ കിടന്ന്. എടാ, കല്ലേറേറ്റു, പട്ടിണി, നഗ്നത, ആപത്തെ, വാള്, എന്തെല്ലാം കാര്യങ്ങളാണ്. ഈ അടുത്ത കാലത്ത് ഒരാളെ തങ്ങളായിരുന്ന ആ വ്രതവും ആ ആചാരങ്ങളും ഒക്കെ വിട്ട് പുറത്തിയാടിയിട്ട് ടെലിവിഷനിൽ സംസാരിക്കുന്ന ഏട്ടൻ പറയാം, എനിക്ക് തുണി മേടിച്ചു തന്നില്ല, അതുകൊണ്ടാണ് പോയത്. അപ്പം ഞാൻ ഓർത്ത്, കർത്താവേ, ഇവർക്ക് എന്തോ ഒരു വെളിപ്പാടാണ്. യേശു എന്താ പറഞ്ഞത്? യേശുവിനെ അനുഗമിച്ചല്ലേ. പൗലോസ് പറയാം, ഈ ലോകത്തിലുള്ളതിനോ വരാനുള്ളതിനോ ഒന്നും എൻ്റെ യേശുവിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ സാധ്യമല്ല. കഷ്ടത, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, കാട്ടിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, തല്ല്, പട്ടിണി, എന്തെല്ലാം അനുഭവിച്ചു. ഇനി ഇത് പോട്ടെ, ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കഴിച്ചു കൂട്ടി സാധു പൗലോസ്ലീഹ. നമ്മളാണെങ്കിൽ തന്നെ ഇന്ന് രാത്രി മീറ്റിങ്ങിന് വരുമ്പോൾ രാവിലെ മനോരമ നോക്കി മഴ പെയ്യുമോ പെയ്യത്തില്ലയോ. പെയ്യുമെന്ന് പറയുന്ന ദിവസം പേടിക്കണ്ട പ്രിയമുള്ളവരെ, അന്ന് പെയ്യത്തില്ല. അത് മലയാളികളോടുള്ള ദൈവത്തിൻ്റെ ഒരു മത്സരമാണ്. പെയ്യത്തില്ലെന്ന് പറയുന്ന അന്ന് മഴ പെയ്യും, കാലം കൂടെ കഷത്തി വെച്ചോണം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തമാണ്.
അതിന് യാതൊരു മാറ്റവുമില്ല. ഇതൊക്കെ നോക്കിയല്ലേ നമ്മൾ പറയുന്നത്. ഒരിക്കൽ കപ്പൽ യാത്രയ്ക്കിടെ പൗലോസ്ലിയുടെ കപ്പൽ ഇടിച്ചിട്ട് ഒരു ചെറിയ തടി കഷ്ണത്തിൽ ഈ സാധു മനുഷ്യൻ ഭയങ്കര കടൽ പാമ്പും പിന്നെ മനുഷ്യനെ വെട്ടി വിഴുങ്ങുന്ന കടൽ സ്രാവും ഒക്കെ ഉള്ള ആ കടലിൽ കിടന്ന് രാത്രി ആകാശത്തോളം ഉയർന്നു ആഴത്തിലേക്ക് തുടങ്ങി. രാത്രി മുഴുവൻ വെള്ളത്തിൽ കിടന്നു. നേരം വെളുത്തപ്പം കരയ്ക്ക് കയറി. ഭയങ്കര തണുത്ത് വരച്ചപ്പം പാവപ്പെട്ട ഇദ്ദേഹം എന്ത് ചെയ്തു? വിറക് വെറുക്കാൻ പോയി. അദ്ദേഹം അവിടെ കണ്ട് കുറ്റിക്കാട്ടിൽ കടൽ തീരത്തെ വിറക് പെറുക്കി വിറക് ഇങ്ങനെ കത്തിച്ചൊണ്ടിരിക്കുമ്പോൾ ഒരു അണലി അങ്ങ് കടിച്ചു തൂങ്ങി. അതിനെ തീയിലോട്ട് കുടഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ വാക്കെന്താ? നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ഇങ്ങനല്ലേ വാക്കാണോ? വരാനിരിക്കുന്നത് ഓർത്തപ്പോൾ നൊടി നേരം, ടക്കെന്ന് നൊടി നേരത്തേക്ക്. കഷ്ടം എങ്ങനെയാണ്? വരാനിരിക്കുന്നത് ഓർത്തപ്പോൾ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ഞാൻ നിങ്ങളോട് പറയാം, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആത്മാവ് ഉണർന്ന് സ്വർഗത്തിലെ വീട് പോയി കണ്ടാൽ ഇനി ആരും ആയുസ് കിട്ടാൻ പ്രാർത്ഥിക്കത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ തിരിച്ചായി എത്ര പ്രായമായാലും മരിക്കത്തില്ല. എന്നാൾ ഞാൻ പറഞ്ഞില്ലേ, ആരോ ഒരാൾ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടു, ഒരമ്മ മരിക്കാൻ കിടക്കുക, മക്കളെല്ലാം കൂടെ വന്നു. ചില മക്കൾ അമ്മയെ വിരട്ടി മരിപ്പിച്ചു കളയും. ഫ്ലൈറ്റ് ടിക്കറ്റ് 8-ാം തീയതിയാണ്, ജോലിക്ക് ഉടനെ കയറണം. അങ്ങനെ ജോലിക്ക് ഉടനെ കയറണം അമ്മച്ചി, ഫ്ലൈറ്റ് ടിക്കറ്റ് 8-ാം തീയതിയാണ്, അമേരിക്ക തിരിച്ചു പോയില്ല, ജോലി പോയി. അമ്മ ഇപ്പോൾ എന്തോ ചെയ്യാനൊക്കെ? കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി വളർത്തി അവനെ അമേരിക്ക വിട്ടു. BSc നഴ്സിനെയും കെട്ടിച്ച് അമ്മ ചാകുന്നത് കേട്ടപ്പം പരക്കം പാഞ്ഞ് വന്നേച്ച് അമ്മയെ വരട്ടുക. 8-ാം തീയതി ടിക്കറ്റാണ്, കഴിയുമെങ്കിൽ 6-ാം തീയതി തന്നെ ചാകണം. കാര്യം എന്താ? 7-ാം തീയതി അടക്കി 8-ാം തീയതി പെട്ടി മടക്കി പോകണം. അപ്പോൾ ഒരമ്മ ഇതുപോലെ മരിക്കാറായി കിടക്കുക. അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെല്ലാം കൂടെ കാണാം, കുഞ്ഞുങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ചിരുന്നു അമ്മ മരിക്കുന്നത്. അപ്പോൾ അതിൽ ഇളയ മോനൊരു ഇത് തോന്നി. അവൻ പറഞ്ഞു കൊടുത്തു, അമ്മ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അങ്ങ് നടക്കും. അപ്പം അമ്മ ഇങ്ങനെ കിടക്കല്ലേ, 10-75 വയസ്സായി, എണ്ണിക്കാനൊന്നും വയ്യ. മക്കളെല്ലാം ചുറ്റി നിൽക്കുക. അമ്മ പ്രാർത്ഥിച്ചാൽ അമ്മ മരിക്കുമെന്ന് പറഞ്ഞു. ശരി, അമ്മ പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങ് കരുണയുള്ള ദൈവമാണ്, എനിക്ക് വയസ്സ് 74ആയി, ഞാൻ വളരെ ബലഹീനപ്പെട്ടു, എനിക്ക് അങ്ങേയറ്റം വയ്യ കർത്താവേ, എൻ്റെ നിമിത്തം എൻ്റെ കുഞ്ഞുങ്ങൾ ഒരുപാട് പാടുപെട്ടു, നിനക്ക് കരുണയുണ്ടെങ്കിൽ അവരെ അങ്ങ് എടുക്കണമേ, ഞാനിവിടെ കിടന്നോളാം. എടാ, തള്ള പറയാണ്, അവരെ എടുക്കണേ, ഞാൻ കിടന്നോളാം. കണ്ടോ ഇങ്ങനെയുള്ളവർ. അപ്പോൾ ആ സ്വർഗത്തിലെ വീടിൻ്റെ രൂപം മനസ്സിൽ നിന്ന് മറിഞ്ഞ് ഇടയ്ക്കൊക്കെ പോകണം കേട്ടോ. പോയി നിത്യതയുടെ രൂപം മനസ്സിൽ വരച്ചേച്ചു മടങ്ങി വന്നാട്ട് നിങ്ങൾ സന്തുഷ്ടരായിരിക്കും. മരണമെന്ന് കേൾക്കുമ്പോൾ ഓ റെഡി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേരേ എന്ന് പറയും. കാരണം എന്താണ്? നമുക്കറിയാം അനന്ത നിത്യതയിൽ യേശു ദാനമായൊരു കെട്ടിടം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. ഈ ഭൂമിയിലെ സകല സമ്പത്തുകളും വെച്ച് നോക്കിയാലും അതിനപ്പുറം മഹത്വമേറിയ ഒരു അവകാശമായി ദാനമായൊരു കെട്ടിടം എൻ്റെ പരിശുദ്ധ യേശു എനിക്ക് ഒരുക്കുന്നുണ്ട്. സ്വർഗം കണ്ട് നമുക്ക് ജീവിക്കാം ദൈവമക്കളെ. ദൈവത്തെ സ്നേഹിച്ചവൻ്റെ പ്രമാണം പാലിക്കാം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ഇനി ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. യേശു നിത്യതയിലെ ആരാണ്? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 22-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, മന്ദിരം ഞാൻ അതിൽ കണ്ടില്ല. വായിച്ചാട്ട്. മന്ദിരം അതിൽ കണ്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകും. യേശു ആരാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അനാദി നിത്യത തുടങ്ങി ഭാവി നിത്യത വരെയുള്ള യേശുവിൻ്റെ മശിഹായുടെ രൂപമാണ് നമ്മുടെ മനസ്സിൽ വരയ്ക്കുന്നത്. ഇപ്പോൾ യോഹന്നാൻ പറയുന്നു, മന്ദിരം ഞാൻ അതിൽ കണ്ടില്ല, കുഞ്ഞാട് തന്നെ അതിൻ്റെ മന്ദിരം. നിത്യതയിലെത്തുമ്പോൾ ദൈവത്തിൻ്റെ നഗരമായൊരു യെരൂശലേമുണ്ട്. യോഹന്നാൻ അത് കണ്ടിട്ട് പറയുക, യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനേ വരിക. ആത്മാവ് അവനെ കൂട്ടിക്കൊണ്ടുപോയി. അവൻ ഉയർന്ന ഒരു വൻമലയിൽ പോയി. പുതിയ യെരൂശലേം എന്ന ഒരു വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. അവൻ അതിനെക്കുറിച്ച് പറയുന്നത് വെളിപ്പാട് പുസ്തകം 21-ന്റെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അത് സമചതുരമാണ്, അതിന് പൊക്കമുള്ള വൻമതിലുകളുണ്ട്, അതിന് 12 അടിസ്ഥാനങ്ങളുണ്ട്, മതിലിൻ്റെ ഓരോ ഭാഗത്തും 3 ഗോപുരങ്ങളുണ്ട്, 4 വശത്തും കൂടെ 12 ഗോപുരങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്ക നിർമ്മിതമായ വീതിയുണ്ട്. അതിൻ്റെ നടുവിൽ പിതാവിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനമുണ്ട്. അതിൽ നിന്ന് ശുഭ്രമായ പളുങ്ക് നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 2 കരകളിലും ജീവന്റെ വൃക്ഷമുണ്ട്. എന്തൊരു മനോഹരമായ
നഗരമാണ് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. അതിന് 12 അടിസ്ഥാനമുണ്ട്. മാണിക്യം, മരതകം, പീതരത്നം, വജ്രം, വൈഡൂര്യം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം തുടങ്ങിയ വിലപ്പെട്ട രത്നങ്ങളാൽ അതിൻ്റെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. 1500 മൈൽ നീളം, 1500 മൈൽ വീതി, 1500 മൈൽ പൊക്കമുള്ള മനോഹരമായ ഒരു വിശുദ്ധ മന്ദിരമാണ് പുതിയ യെരൂശലേം, വിശുദ്ധ നഗരം. അതിന് പൊക്കമുള്ള വൻമതിലുണ്ട്. ഈ സ്റ്റെപ്പുകൾ പോലെ 12 സ്റ്റെപ്പുകളുണ്ട്. അതിൻ്റെ 12 സ്ലീഹന്മാരുടെ പേരുകളുണ്ട്. അതിന് പൊക്കമുള്ള മതിൽക്കെട്ടിൽ ഓരോ ഭാഗത്തും 3 ഗോപുരങ്ങളുണ്ട്. ഓരോ ഗോപുരങ്ങളും ഓരോ മുത്തുകളാണ്. അതിൽ ഗോത്രപിതാക്കന്മാരുടെ പേരെഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുക. ഇപ്പോൾ ഞാൻ ആ കോമ്പൗണ്ട് വാൾ, മതിൽക്കെട്ടാണ് പറഞ്ഞത്. നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നാൽ അതിൻ്റെ നടുവിൽ ഇതാ ഒരു സിംഹാസനം ഇരിക്കുന്നു. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനമാണ്. അവിടെ നിന്ന് പളുങ്ക് നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇരുകരകളിലും ജീവന്റെ വൃക്ഷഫലം നിപ്പുണ്ട്. കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് ആ നദി ഒഴുകിയാണ്. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നു, അശുദ്ധനും മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ഒരുത്തനും ആ നഗരത്തിൽ പ്രവേശിക്കുകയില്ല. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഒരുത്തനും അതിൻ്റെ ഉള്ളിൽ കയറുകയില്ല. അടുത്ത വാക്ക്, ഞാൻ അവിടെ മന്ദിരം കണ്ടില്ല. കുഞ്ഞാട് അതിൻ്റെ മന്ദിരമാണ്. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൻ്റെ ഉള്ളിൽ അവിടുത്തെ മന്ദിരം നമ്മുടെ കർത്താവാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. സമയം അതിവേഗം കടന്നു പോകുന്നു. വെളിപ്പാട് പുസ്തകം 21:23 അവിടെ പറയുന്നു, അവിടെ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, കുഞ്ഞാട് അവിടുത്തെ വിളക്കാണ്. വായിച്ചാൽ, നഗരത്തെ പ്രകാശിപ്പിക്കുവാൻ സൂര്യനും ചന്ദ്രനും അവിടെ ആവശ്യമില്ല. അടുത്തത്, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിക്കും. അടുത്തത്, കുഞ്ഞാട് അതിന്റെ വിളക്കായിരിക്കും. നമ്മുടെ യേശു ആരാണ്? കഴിഞ്ഞ 2 രാത്രിയിലും യേശുവിന്റെ രൂപം നമ്മുടെ മനസ്സിൽ വരച്ചുകൊണ്ടേയിരുന്നു. യേശു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. അവൻ ആദിയിൽ വചനമായി പിതാവിനോടുകൂടെ ഇരുന്നു. പിതാവിൻ്റെ തേജസ്സായിരുന്നു. അവിടം വിട്ടവൻ താണ ലോകത്തിൽ വന്നു. അവൻ ദാവീദ് പുത്രനായും മനുഷ്യപുത്രനായും ദൈവപുത്രനായും ലോകത്തിൽ ജീവിച്ചു. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിച്ച നല്ലിടയനായും പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ചു സ്വാതന്ത്ര്യം നൽകുന്നവനായി കണ്ടു. നന്മ ഘോഷിച്ചുകൊണ്ട് അവൻ യെരൂശലേമിൻ്റെ വീതിയിൽ പ്രസംഗിച്ചു. മുന്നോടിയായി വന്ന യോഹന്നാൻ വിളിച്ചു പറഞ്ഞതുപോലെ അവൻ പാപം ചുമന്ന് ഗെത്സമനെ തുടങ്ങി ഗോൽഗോത്തായോളം പീഡനം അനുഭവിച്ചു. അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ക്രൂശിതനായി റോമന്റെയും യഹൂദന്റെയും ശിക്ഷയേറ്റവൻ മരിച്ചു. മരണാനന്തരം അവൻ പാതാളം സന്ദർശിച്ചു. ഭക്തരായ നീതിമാന്മാരുടെ ആത്മാക്കളെ അവൻ വിടുവിച്ചു. അവൻ ഉയരത്തിൽ കയറിപ്പോയി. പിതാവിൻ്റെ വലത്തുഭാഗത്ത് അവൻ സിയോനിലെ രാജാവായി. രാജ്യത്വമേറ്റപ്പോൾ അവൻ സഭയ്ക്ക് ദാനം കൊടുത്തു. പിതാവായ ദൈവം മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ അവന് പൗരോഹിത്യം കൊടുത്തു. പൗരോഹിത്യം ഏറ്റുവാങ്ങിയവൻ സഭയ്ക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നൽകി നമ്മളോട് സഹതാപമുള്ളവനായി നമ്മെ രക്ഷിക്കുന്നവനായി ഇന്നും അവൻ ശുശ്രൂഷ ചെയ്യുന്നു. ദൈവമേകനാണ്. ദൈവത്തിനും മനുഷ്യനും ഏകന മധ്യസ്ഥനായി നമ്മുടെ കർത്താവായ യേശു ഇന്നും പക്ഷവാദം ചെയ്യുന്നു. അനന്ത നിത്യതയുടെ കവാടം തുറന്ന് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിൽ ഞാനും നിങ്ങളും എത്തിച്ചേരുമ്പോൾ അവിടെ നമ്മുടെ യേശു പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തില് അവിടുത്തെ മന്ദിരമായിരിക്കും. അവിടെ ദൈവ തേജസ് പ്രകാശിച്ചുകൊണ്ടിരിക്കും. ദൈവശോഭയാൽ പൂരിതമായ പട്ടണത്തിൽ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, കുഞ്ഞാട് അതിൻ്റെ വിളക്കത്ര. അനാദി നിത്യതയിൽ വചനമായവൻ ഭാവി നിത്യതയിൽ യെരൂശലേം നഗരത്തിന്റെ വിളക്കാണ്. സ്വർഗം നമ്മളോട് ഇത്ര വലിയ ഭാഗ്യം കാണിച്ചല്ലോ. യേശുവിനെ കണ്ടെത്താൻ ഭാഗ്യം ലഭിച്ചവരെ, നന്ദിയുള്ളവരായി നമുക്കിന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, എൻ്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും പുതുതായി വന്ന് ദൈവവചനം കേൾക്കുന്നെങ്കിൽ ഈ രാത്രി പരമാർത്ഥതയോടെ പറയൂ, യേശുവേ, എൻ്റെ പേരൂടെ ആ നീതിമാന്മാരുടെ ഗണത്തിൽ എഴുതി ചേർക്കാമോ? അറിയായ്മ കൊണ്ട് എന്നിൽ വന്ന പാപങ്ങൾ എന്നോട് ക്ഷമിക്കാമോ? മേലിലത് ആവർത്തിക്കാതിരിപ്പാൻ യേശുവേ, നിന്റെ കൃപ എനിക്ക് തരാമോ? യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും. യേശുവേ, ഞാൻ അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കാം. എന്താണ് അങ്ങയുടെ കൽപ്പന? എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു.
നമുക്ക് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാം. മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണം. അത് ദൈവകൽപ്പനയാണ്, അത് നമുക്ക് അനുസരിക്കാം. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ്. അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അഭിഷേകം പ്രാപിക്കുക. വക്രതയും കോട്ടവും നിറഞ്ഞ ലോകത്തിൽ നിങ്ങൾ വേർപെട്ട് ജീവിക്കുക. നിങ്ങളുടെ അവകാശത്തെ നിങ്ങൾ ആത്മാവിൽ ദർശിക്കുക. ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ നിങ്ങൾ താങ്ങിരിക്കുക. യേശു നിങ്ങളെ അനാഥരായി വിടത്തില്ല. അവൻ സ്വർഗത്തിൽ നിങ്ങൾക്ക് മനോഹരമായൊരു കൊട്ടാരം ഒരുക്കുന്നു. അവൻ സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനായി പക്ഷവാദം ചെയ്യുന്നു. അവൻ സ്വർഗത്തിൽ പുരോഹിതനായി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇതാ അവൻ നിങ്ങളെ രക്ഷിപ്പാൻ കഴിവുള്ളവനായിരിക്കുന്നു. ഓർത്തുകൊള്ളണമേ, നിന്റെ വിലപ്പെട്ട അവസരങ്ങളെ പാഴാക്കി ഈ ലോകമോഹങ്ങളിൽ നീ വശീകരിക്കപ്പെട്ടു പോയാൽ അന്തിമ ന്യായവിധിയുടെ നാളിൽ നീ ഒരുവനെ കണ്ടെത്തും. അവന്റെ മുൻപിൽ നിന്റെ പ്രാണൻ വിറയ്ക്കും. യേശു പറഞ്ഞു, ഒരിടയൻ ഇരുന്നു കൊണ്ട് കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കും പോലെ ഒരു ന്യായാധിപനായ യേശു സിംഹാസനത്തിൽ ഇരിക്കും. നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ മീറ്റിങ്ങിന്റെ അവസാന നിമിഷത്തിലേക്ക് വന്നെത്തി. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുക്കും? അതിന് താല്പര്യമുള്ളവർ ദയവായി കരങ്ങൾ ഉയർത്തിക്കാട്ട്. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, നമുക്ക് മതം മാറ്റമല്ല ആവശ്യം, നമുക്ക് മനം മാറ്റമാണ് ആവശ്യം. നമ്മുടെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കാം. നമുക്കവയോട് വിട പറയാം. ഏറ്റവും കൈപ്പോടെ നമുക്കവയെ കാർക്കിച്ച് തുപ്പിക്കളയാം. യേശുവേ, കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണം. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ മുഖത്തെ ധ്യാനിക്കാം. മീറ്റിംഗ് ഏതാനും നിമിഷത്തിനുള്ളിൽ അവസാനിക്കും. ഒരുപക്ഷേ നിന്റെ ആയുസ്സിൽ നീ ഇത് അവസാനമായി കേട്ട ദൂതായിരിക്കാം. അല്ലെങ്കിൽ നീ അലഞ്ഞു തിരിഞ്ഞ് വ്യാകുലപ്പെടുന്ന മനസ്സിൽ നിന്നെ സ്നേഹിച്ചിട്ട് യേശു നിന്നോട് സംസാരിക്കുന്നതായിരിക്കാം. യേശു പറയുന്നു, മകനെ, മകളെ, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. ഞാൻ നിന്റെ നീതിയാണ്, ഞാൻ നിന്റെ ജ്ഞാനമാണ്, ഞാൻ നിന്റെ വീണ്ടെടുപ്പാണ്, ഞാൻ നിന്റെ ശുദ്ധീകരണമാണ്. ഞാൻ ജീവിക്കുന്നതുകൊണ്ടാണ് നീയും ജീവിക്കുന്നത്. ദുഃഖങ്ങളോട് വിട പറഞ്ഞാട്ട് ഇന്ന് മാനസിക സംഘർഷത്തോടെ എത്ര പേര് വന്നിട്ടുണ്ട്? ദുഃഖത്തോടെ, മനോവേദനയോടെ, കടഭാരങ്ങളോടെ, നശിച്ചു പോകുന്ന തലമുറകളെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട്, തകർന്നുപോയ കുടുംബങ്ങൾ നിമിത്തം നിങ്ങൾ എത്ര പേര് ദൈവസേനയിൽ വന്നു? ഞങ്ങൾ വലിയ വരപ്രാപ്തന്മാരൊന്നുമല്ല സഹോദരങ്ങളെ. അത്ഭുത രോഗശാന്തി വരപ്രാപ്തി ഒന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുവിന് അത് കഴിയും. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? നമ്മുടെ മീറ്റിംഗ് ഇപ്പോൾ അവസാനിക്കാൻ പോകുകയാണ്. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കണം. ശ്രദ്ധിക്കുക, നിന്റെ എല്ലാ ഭാരവും വിട്ടൊഴിഞ്ഞ് ഈ കോമ്പൗണ്ട് വിട്ട് നീ പുറത്തു പോകാവൂ. അത് ആഗ്രഹിക്കുന്നവർ ദയവായിട്ടൊന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട് എല്ലാവരും ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഹോദരങ്ങളെ, കഴിയുന്നിടത്തോളം എല്ലാവരും മുൻപോട്ട് അടുത്ത് വന്ന് നിന്നാട്ട് നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ മഹത്വം അതരമടയ്ക്കാതെ നിങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നോണം. ഞാൻ യേശുവിനെ കുറിച്ച് എത്ര കാര്യം ഈ 3 രാത്രി നിങ്ങളോട് പറഞ്ഞു. നിങ്ങളുടെ ഓർമ്മയിലുള്ളത് നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞാട്ട്. വചനം ജഡമായി തീർന്ന് നമ്മുടെ അടുക്കൽ വന്നല്ലോ. യേശുവിൻ്റെ മുഖം ദയവായി ധ്യാനിച്ചാട്ട്. യേശു ക്രൂശിക്കപ്പെടുമ്പോൾ പ്രാരംഭരാത്രി ഞാൻ പറഞ്ഞില്ലേ, അവൻ എല്ലാ വേദനകളും ക്രൂശിൽ ചുമന്നിരുന്നു. ഇന്ന് രാത്രി നിന്റെ ചിന്താഭാരങ്ങളെ വിട്ട് പുറത്തു വരിക. എല്ലാ ഭാരവും, മകനെ, മകളെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശുവിന് എന്തൊക്കെയോ നിന്നിൽ ചെയ്യാനുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവർ ദയവായി കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. യേശു എൻ്റെ സമീപത്ത് നിൽക്കുന്നു. യേശു എന്നെ ഞാൻ ആത്മാവിൽ കാണുന്നു. യേശു ഇന്ന് രാത്രി നിങ്ങളെ തൊടട്ടെ. ദൈവ സാന്നിധ്യത്തിന് ഇടം കൊടുക്കണം. ദയവായി ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ശാപയോഗ്യരായി സാത്താൻ നിങ്ങളുടെ വഴിയിൽ തകർത്ത് കളയും. ദയവായി പിശാചിന് ഇടം കൊടുക്കരുത്. എല്ലാവരും തങ്ങളെ തന്നെ താഴ്ത്തിക്കാട്ട്. കർത്താവായ യേശുവിൻ്റെ മുഖം ധ്യാനിച്ചാട്ട് നമുക്കൊന്നായിട്ട് ഏറ്റു പറയാം. നമ്മുടെ യേശു ആരാണ്? അവൻ എൻ്റെ നീതിയാണ്. ഒന്ന് പറഞ്ഞാട്ട്, യേശുവേ, അങ്ങേ എൻ്റെ നീതിയാണ്, അങ്ങേ എൻ്റെ വീണ്ടെടുപ്പാണ്, അങ്ങേ എൻ്റെ ജ്ഞാനമാണ്, അങ്ങേ എൻ്റെ ഇടയനാണ്, അങ്ങേ എൻ്റെ രാജാവാണ്. പറയാം, യേശുവേ, നീ എൻ്റെ രാജാവാണ്, നീ എൻ്റെ പുരോഹിതനാണ്, നീ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, നീ എൻ്റെ രക്ഷകനാണ്, എൻ്റെ വ്യാധികളെ ചുമന്നവനാണ്. ഓ, നീ ജീവിക്കുന്നതുകൊണ്ട് യേശുവേ ഞാനും ജീവിക്കുന്നു. സാത്താൻ ലജ്ജിച്ചു പോകട്ടെ, സാത്താൻ ലജ്ജിച്ചു പോകട്ടെ. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നാട്ട് അതരം അടയ്ക്കരുത്. യേശു നിങ്ങളുടെ ആരാണെന്ന് ഏറ്റു പറഞ്ഞാട്ട് അനേക രോഗികൾക്ക് ഈ രാത്രി സൗഖ്യമുണ്ടാകും. നിന്റെ രോഗം ക്യാൻസർ ആകട്ടെ, യേശു ഈ രാത്രി നിന്നെ തൊടും. നിന്റെ രോഗം ആസ്മയാകട്ടെ, ഈ രാത്രി യേശു നിന്നെ തൊടും. നീ ഒരു ത്വക്ക് രോഗിയാകട്ടെ, ഈ രാത്രി യേശു നിന്നെ തൊടും.
യേശു പറയുന്നു, ഞാൻ ജീവിക്കുന്നതുകൊണ്ടാണ് നിങ്ങളും ജീവിക്കുന്നത്. കർത്താവിൻ്റെ മുഖത്തെ ധ്യാനിച്ചുകൊണ്ടിരുന്നാട്ട്, വചനം ഏറ്റു പറഞ്ഞുകൊണ്ടേ ഇരുന്നാട്ട്, നിത്യതയുടെ രൂപം കണ്ടവരെല്ലാം, യേശുവിൻ്റെ സിംഹാസനം കണ്ടവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന് ഹൃദയങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, അതരമടയ്ക്കാതെ യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട്, സൈന്യത്തിന്റെ അധിപതിയെ നിങ്ങൾ കണ്ടുവോ? അവൻ ഇതാ നമ്മുടെ മധ്യേ നിൽക്കുന്നു. യോഹന്നാൻ കണ്ടിട്ട് പറയാണ്, അവന്റെ മുഖം സൂര്യൻ ശക്തിയോട് പ്രകാശിക്കും പോലെ ഇരിക്കുന്നു. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാണ്. അവന്റെ മുഖം, അവന്റെ തലമുടി നാരുകൾ ഹിമം പോലെ വെളുത്തിരിക്കുന്നു. അവന്റെ വായിൽ നിന്ന് സാത്താനെ കൊന്നു മുടിക്കുവാൻ ഇരുവായ്ത്തലുള്ള വാള് പുറപ്പെടുന്നു. അവന്റെ കാലുകൾ ഏത് ക്രിസ്തുവിനെ ചവിട്ടി മെതിക്കുന്ന വെള്ളോടിന് സദൃശ്യമായിരിക്കുന്നു. അവൻ ഇതാ നിലവിളിക്കിടയിൽ കൂടെ പോകുന്നു. പുകയുന്ന തിരികളെല്ലാം ഈ രാത്രി കത്തട്ടെ, യേശുവിന്റെ നാമത്തിൽ കത്തട്ടെ. പുകയുന്ന തിരികളെല്ലാം ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ കത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ആത്മാവ് ശക്തിയായി നമ്മൾ വ്യാപരിക്കുന്നു. രോഗശക്തികൾ ജനത്തെ വിട്ടുപോകുന്നു. ആഭിചാര ശക്തികൾ ജനത്തെ വിട്ടുപോകുന്നു. സാത്താന്യ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു. ഭയത്തിന്റെ ആത്മാവ് ജനത്തെ വിട്ടുപോകുന്നു. ഇന്ന് കണ്ട ശത്രുവിനെ നീ ഇനി ഒരിക്കലും കാണത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പകരേ